ഹായ് എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വെജ് പുലാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ കുക്കിംഗ് ക്ലാസ്സിൽ പഠിച്ചൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബേസാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു പുലാവ് ബേസ്. അപ്പോൾ ഈ പുലാവ് ബേസിൽ നമുക്ക് ഏത് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് വേണമെങ്കിലും നമുക്ക് പുലാവ് തയ്യാറാക്കാം. പ്രോൺസ് പുലാവ്, ചിക്കൻ പുലാവ്, വെജിറ്റബിൾസിൻ്റെ പുലാവ്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് പുലാവ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലും നെയ്യുമാണ് ചൂടാക്കാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഹാഫാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ മാത്രമോ നെയ്യിൽ മാത്രമോ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു 2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പെരിഞ്ജീരകമല്ല. പിന്നെ ഒരു 4 സിനമൻ്റെ സ്റ്റിക്ക്, പിന്നെ ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്, പിന്നെ ബേ ലീഫ് ഒരു 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 7-8 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ചേർത്തിട്ട് വഴറ്റിയിട്ട് വേണം. ബേസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രൈ സ്പൈസസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ സ്പൈസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 2 ഒണിയൻ സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ സ്പൈസസിൽ ഇതുപോലുള്ള സ്റ്റാറും കൂടിയും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 2 ചെറിയ സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളുടെ ഡ്രൈ ഹോൾ സ്പൈസസും ഓണിയനും എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഓണിയൻ ഒരുപാട് കളറ് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്കുലൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇതാണ് നമ്മുടെ പുലാവിൻ്റെ ബേസ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒനിയൻ ഒരു പിങ്കിഷ് ഷെയ്ഡിലോട്ട് മാറുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എന്താണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ വെജിറ്റബിൾസിനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഇന്ന് ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, എന്താ പറയുക, ബീൻസ്, പിന്നെ കോൺ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇത് ഒരുപാട് ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ആ ഒരു ക്രഞ്ചിനെസ് കിട്ടണം നമുക്ക് പുലാവ് കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി ഹാഫ് കുക്കിന് മേലെ കുക്കായാൽ മതി. ഒരുപാട് ഇങ്ങനെ വെന്ത് ഇതിങ്ങനെ പേസ്റ്റ് പോലെ ആക്കരുത്. അപ്പോൾ ഇതിനെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇത് നമ്മുടെ വെജ് പുലാവിൻ്റെ വെജിറ്റബിൾസൊക്കെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാക്കരുത് ഞാൻ പറഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു അളവില്ല കേട്ടോ. ഞാൻ എല്ലാം ഒരു 1 കപ്പിൽ താഴെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കൂടുതൽ വെജിറ്റബിൾസ് ഇട്ടാലും അത്ര സുഖം ഉണ്ടാവില്ല നമ്മുടെ പുലാവ് കാണാനായിട്ട്. അത് ഒരു 1 കപ്പ്, ഒരു 3/4 കപ്പ് വെച്ചിട്ട് അളവിൽ വെജിറ്റബിൾസിനെ എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ട് വേവിച്ചിടുക. പക്ഷേ പശയുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ആ പുലാവ് ഇങ്ങനെ കട്ട പിടിച്ചോണാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചോറ് വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ അരിനെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്ത് വയ്ക്കണം വെള്ളത്തിൽ. അതിന് ശേഷം അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 2 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്.